ഈ കുടുംബത്തിന്റെ മാനം കെടുത്താൻ തന്നെയാണോ നിന്റെ തീരുമാനം? അവിടെ എവിടെയും തൊടാതെ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. എന്താ ഞാനത് പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ? വേണ്ട, മേനൊന്നും സംസാരിക്കണ്ട. മുത്തശ്ശിയെങ്കിലും പറ, എന്താ ഇവിടെ സംഭവിച്ചത്? നീയും രാധികയും തമ്മിലുള്ള വിവാഹം ഞാൻ നിശ്ചയിച്ചു. അല്ല മുത്തശ്ശി, ഇത്ര പെട്ടെന്ന്. എന്താ, നിനക്ക് വല്ല എതിർപ്പുണ്ടോ? അതല്ല, ഇന്ന് വരെ ഞാൻ ഇവിടെ ആരെയും അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് മുത്തശ്ശിയെ. പിന്നെന്താ ഇങ്ങനെ ഒരു ചോദ്യം? ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയ നീയാണ്. ഏതാടാ ഫോട്ടോ? ഫോട്ടോയോ? ഏത് ഫോട്ടോ? നിന്റെ പെട്ടിയിൽ നിന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഏതാടാ പെൺകുട്ടി? പെൺകുട്ടിയോ? ഫോട്ടോയോ? എന്റെ പെട്ടിയിൽ? അതെ, നിന്റെ പെട്ടിയിൽ തന്നെ. എന്റെ പെട്ടിയിൽ അങ്ങനെ ഒരു ഫോട്ടോ വരാൻ വഴിയില്ലല്ലോ. ചിലപ്പോ എന്റെ പെട്ടിയിൽ. നീ മിണ്ടരുത്. എന്നാലും എന്റെ കൊച്ചുകൃഷ്ണ, പൂച്ച പാല് കുടിക്കുന്ന ആരും അറിയില്ലെന്ന് കരുതിയോ? വല്യേട്ടനും ചേച്ചിയും മരിച്ച പിന്നെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിയാ ഞങ്ങൾ ഓരോരുത്തരും നിന്നെ വളർത്തിയത്. ഞങ്ങളോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു. ആരാരെ ചതിച്ചെന്നായി പറയുന്നത്? എവിടെയാ ഫോട്ടോ? ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാ പ്രത്യേകിച്ചൊരു നോട്ടം? ഞാനിത് കീറിക്കളഞ്ഞു. അതൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാമായിരുന്നു. കാണാതൊന്നും നിനക്ക് പറയാൻ പറ്റില്ലല്ലേ? ആരുടെ മുമ്പിലാടാ ഈ ഉരുണ്ടുകളി? കൃഷ്ണ, കണ്ണേറ്റിൻകരയിലെ ആൺകുട്ടിയാണു നീ. ആരുടെ മുമ്പിലും സത്യം സത്യമായി പറയാനുള്ള ആണത്തം ഉണ്ടാവണം. എന്റെ ദൈവമേ, ഞാൻ എന്ത് പറയാനാ? ഒരു ഫോട്ടോ ഇത്രയും പ്രശ്നമായെങ്കിൽ ഇക്കണക്കൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിലും. കണ്ടോ കണ്ടോ അവന്റെ മനസ്സിലിരിപ്പ്. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്തവനല്ലേ. ആർക്കും എന്ത് വേണേലും പറയാമല്ലോ. എന്ത് വേണേലും പറഞ്ഞു. മോനെ, നിനക്ക് അച്ഛനും അമ്മയില്ലെന്ന് ആരാ പറഞ്ഞേ? മുത്തശ്ശി തന്നെയല്ലേ നിനക്കെല്ലാം? നിന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ശാസിച്ചിട്ടുണ്ടോ? ഈ തറവാട്ടിൽ ആർക്കും ഒരു ദോഷം വരരുത്, അതേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. തെറ്റുപറ്റിയത് എനിക്കാണ്. മുത്തശ്ശിയെ വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ ചെയ്യാൻ എന്റെ കുഞ്ഞിനാവില്ലെന്ന് എനിക്കറിയാം. കൊച്ചേഷ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. നിനക്ക് വേണ്ടി മാത്രം. എടാ, മുത്തശ്ശിയുടെ സ്നേഹം കാണുമ്പോ എനിക്ക്. നീ വിഷമിക്കാതെ, മുത്തശ്ശിയുടെ തെറ്റിദ്ധാരണ ഒക്കെ മാറിയില്ലേ? നീ വാ, നമുക്ക് കുറച്ച് നടന്നിട്ട് വരാം.
പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് വിശ്വസിക്കുക. എനിക്ക് ആ പെൺകുട്ടിയെ അറിയില്ല. ഒന്നുകിൽ ആ ഫോട്ടോ കാണിക്കണം, അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ച് കണ്ട ഉടനെ എന്നെ വിളിച്ച് കാണിക്കണമായിരുന്നു. ഇത് രണ്ടുമില്ലാതെ എല്ലാവരും കൂടെ എന്നെ വിഡ്ഢിയാക്കുകയാണ്. വിഡ്ഢിയാക്കുന്നത് നീയാണ്. ജീവിതം കുറെ കണ്ടവരാ ഞങ്ങള്. നീ പറഞ്ഞിട്ട് തന്നെ അവളോട് വന്നത്. അതെ, അമ്മയെ പേടിച്ചവൻ സത്യം പറയാത്തതാ. എന്റെ മോക്ക് വിവാഹം വേണ്ടമ്മേ. കണ്ണേറ്റുങ്കരയിലെ തീരുമാനങ്ങൾക്ക് ഇതേവരെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അമ്മായിയുടെ തീരുമാനങ്ങൾക്കെതിരായി മൂത്ത മരുമകനായി ഞാൻ ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. പക്ഷേ ഇത് എന്റെ മകളുടെ ജീവിത പ്രശ്നമാണ്. ആ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞിട്ട് എന്റെ മകളുടെ വിവാഹം നടത്തിയാൽ മതി. കേട്ടില്ലേ? ഇനി പറ, ആരാണ് ആ പെൺകുട്ടി? അമ്മേതേ കൊച്ചേഷ, ഇവളെ നിനക്ക് അറിയില്ല അല്ലേ? ഇവളോ? ഇവളെ കുറിച്ചാണോ നിങ്ങൾ എല്ലാവരും പറഞ്ഞത്? അത് ശരി. നീ ആരാ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്റെ കള്ളക്കളിയൊന്നും വേണ്ട, സത്യം പറഞ്ഞോ. എന്റെ പേര് ഗോപിക. പേരും നാളൊന്നും ചോദിച്ചില്ല. ഇവിടെ വന്ന എന്തിനാണെന്ന് അറിയണം. ഈ തറവാടുമായിട്ടുള്ള ബന്ധം എനിക്ക് അവകാശം ഉണ്ടായിട്ട്. അവകാശം? ഇത് കണ്ണേറ്റിങ്കര തറവാടാണ്. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അവകാശം പറയാനുള്ളതല്ല ഈ സ്ഥലം. അവകാശം വാങ്ങാനല്ല ഞാൻ വന്നത്, എന്റെ അച്ഛനെ കാണാനാണ്. നിന്റെ അച്ഛന്? അതെ, ഈ തറവാട്ടിലെ കുഞ്ഞുകുട്ടിയമ്മയുടെ മകൻ അംബുജാക്ഷൻ നായർ. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? വർഷങ്ങൾക്ക് മുൻപ് ഈ തറവാടിന്റെ മുറ്റത്ത് നിന്ന് കണ്ണീരോടെ ഇറങ്ങിപ്പോയ സൗദാമിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? അതായത് എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് കണ്ണേറ്റിൻകരയിലെ കുഞ്ഞുകുട്ടിയമ്മയുടെ മരുമകളാകാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും അവരുടെ കൊച്ചുമകളെ പ്രസവിക്കാനുള്ള ദുർവിധി ഉണ്ടായി. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ആ ഫോട്ടോ എങ്ങനെ എന്റെ പെട്ടിയിൽ വന്നതെന്നും ആരാണ് അതെന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതെന്നും തൃപ്തിയായില്ലേ എല്ലാവർക്കും? മുത്തശ്ശി, അച്ഛാന്ന് വിളിക്കാൻ അനുവാദമില്ലെങ്കിലും അവകാശമുണ്ട്. ഞാനൊന്ന് വിളിച്ചോട്ടെ? തിരുവോണ നാളിൽ കണ്ണേറ്റിൻകരയിലെ എല്ലാവരും പറശ്ശിനിക്കടവിലെത്തി വഴിപാടുകൾ നടത്താറുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ വന്നത്. അറിയാതെയാണെങ്കിലും മുത്തശ്ശിയുടെ പേരിൽ ഞാനും ഒരു വഴിപാട് നടത്തി. മോളെ, അമ്പുറ്റി, എന്താ എല്ലാവരോട് നോക്കി നിൽക്കുന്നത്? പോകാനാ പറഞ്ഞത്. അകത്ത് പോ. ഈ മുഖത്ത് നോക്കി അച്ഛാന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു. അതിനാ ഇവിടെ വന്നത്. ഇനി വരില്ല. മോളെ, എന്റെ മോള് പോകരുത്. അമ്പൂറ്റി അകത്ത് പോകുന്നുണ്ടോ? ഇല്ല, എന്റെ മോൾ എന്നെ തേടി വന്നതാണ്. ഇനി ഞാൻ അവളെ തിരിച്ചയക്കില്ല. മോളെ, മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്ക്.